അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയുടെ ഭാഗമായി രാജ്യത്താകെ ഇന്നു മുതൽ പ്രചാരണ പരിപാടികൾ തുടങ്ങും. 10 കോടി വീടുകളിൽ ഉദ്ഘാടന സന്ദേശം എത്തിക്കുകയാണ് അവരുടെ ലക്ഷ്യം. കേരളത്തിൽ മാത്രം 50 ലക്ഷം വീടുകളിൽ ലഘുലേഖ വിതരണം ചെയ്യും. ആർ രാധാകൃഷ്ണൻ വീണ്ടും ചേരുന്നു ഡൽഹിയിൽ നിന്ന്. രാധാകൃഷ്ണൻ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. വലിയ പ്രചരണ പരിപാടികളാണ് ഇന്നു മുതൽ നടക്കാനായിട്ട് പോകുന്നത്. രാജ്യത്തെ എല്ലാ വീടുകളിലേക്കും ഇതിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ രാമക്ഷേത്ര ട്രസ്റ്റ് തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിലും ഇതിന്റെ ഭാഗമായിട്ട് ഉള്ള പരിപാടികൾ ഉണ്ടാകും. കേരളത്തിൽ ഇന്നു മുതൽ ആരംഭിച്ച് 15-ാം തീയതി വരെ നീളുന്ന വിധത്തിലായിരിക്കും ഈ പരിപാടികൾ ഉണ്ടാവുക. അക്ഷതം എത്തിക്കുക, എല്ലാ വീടുകളിലും ഇപ്പോഴുള്ള അയോധ്യയിലെ താൽക്കാലിക രാമക്ഷേത്രത്തിൽ നിന്നുമുള്ള അക്ഷതം എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമായിട്ട് ഉള്ളത്. അതൊരു ക്ഷണത്തിന്റെ രൂപത്തിൽ ഈ ചടങ്ങുകളുടെ ഭാഗമായിട്ട് പങ്കെടുക്കണം എന്ന ഒരു ക്ഷണത്തിന്റെ രൂപത്തിലായിരിക്കും എത്തിക്കുക. ഇതിനു വേണ്ടിയിട്ട് 15-ാം തീയതി വരെയുള്ള സമയം ഈ വീടുകൾ തോറും ഈ ക്ഷേത്രത്തിന്റെ സന്ദേശവുമായിട്ട് ഉള്ള ആളുകൾ എത്തും. അവരായിരിക്കും ഇത് ക്ഷണിക്കുക. അതിനുശേഷം 22-ാം തീയതി ഈ ചടങ്ങ് നടക്കുമ്പോൾ എല്ലാ വീടുകളിലും ദീപം തെളിക്കണം എന്ന ഒരു ആവശ്യം കൂടി ഈ ട്രസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് വച്ചിട്ടുണ്ട്. 5 ദീപങ്ങൾ ഓരോ വീട്ടിലും തെളിക്കണം എന്നുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് രാജ്യമാകെ ഈ വിധത്തിൽ സന്ദേശം എത്തിക്കുകയും ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് ഈ വീടുകളെല്ലാം ഒരുമിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് ഉള്ളത്. അങ്ങനെ ഒരു വലിയ സംഭവമാക്കി ഈ ഉദ്ഘാടന ചടങ്ങ്, പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ട്രസ്റ്റിന്റെ ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം തങ്ങൾക്കില്ല എന്ന് ട്രസ്റ്റ് വീണ്ടും ഇപ്പോൾ ആവർത്തിച്ച് വിശദീകരിച്ചിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും തങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ക്ഷണിക്കും. മാത്രമല്ല, സോണിയാഗാന്ധി പങ്കെടുക്കണം, അത് തങ്ങളുടെ താല്പര്യമാണ്. ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടല്ല വിളിച്ചത്. സോണിയാഗാന്ധി പങ്കെടുക്കും എന്നാണ് തങ്ങൾ ഇപ്പോഴും കരുതുന്നത് എന്നും ഈ സംഘാടകർ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.